ഹായ് ഫ്രണ്ട്സ്, ജെയിംസ് ജോസഫ്. നമ്മുടെ ഇന്നത്തെ വിഷയം എൻ്റെ വിദ്യാലയം എന്നോട് പറയാത്ത കാര്യങ്ങൾ എന്നുള്ളതാണ്. ഞാൻ ഏതാണ്ട് 61 വയസ്സുള്ള ഒരു സീനിയർ സിറ്റിസണാണ്. എൻ്റെ വിദ്യാലയ കാലഘട്ടം എന്ന് പറയുന്നത് 1965-75 കാലഘട്ടമാണ്. 1980 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സ്കൂൾ കാലഘട്ടമാണ്. നമുക്കറിയാം, അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒരു നാട്ടുമ്പുറത്തുള്ള ഒരു വിദ്യാലയമല്ലാതെ, നാട്ടുമ്പുറത്തുകാരെ സംബന്ധിച്ചിടത്തോളം ആ വിദ്യാലയമല്ലാതെ അറിവിനുള്ള മറ്റ് സോഴ്സ് കാര്യമായിട്ടില്ല എന്നുള്ളത്. അതുപോലെ തന്നെ വിദ്യാലയത്തെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പവും എന്ന് പറയുന്നത് ജീവിത പരിശീലന കേന്ദ്രങ്ങൾ എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കരുത്തുറ്റ പൗരന്മാരെ വാർത്തെടുക്കുക എന്നുള്ളതാണ്, രൂപപ്പെടുത്തിയെടുക്കുക, ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് വിദ്യാലയത്തിൽ നടക്കുന്നത് എന്നാണ് നമ്മുടെ ഒരു സങ്കല്പം. സമൂഹത്തിലായാലും കുടുംബത്തിലായാലും രാഷ്ട്രീയ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും പ്രൊഫഷനിലാണെങ്കിലും ശക്തമായിട്ട് ഇടപെടുവാനും വിജയം വരിക്കുവാനും കഴിവുള്ള കരുത്തരായിട്ടുള്ള പൗരന്മാരെ രൂപപ്പെടുത്തിയെടുക്കുന്നതിനുള്ള ഒരു ഫൗണ്ടേഷൻ നടക്കുന്നത് വിദ്യാലയത്തിൽ നിന്നാണ്. അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നതിനും നമ്മളെ ഒന്ന് തയ്യാറെടുപ്പ് നടത്തിക്കുന്നതിനുമൊക്കെ ഈ വിദ്യാലയങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു വിലയിരുത്തലാണ്. അത്തരത്തിൽ പരിശോധിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പ്രബലമായിട്ട് വരുന്ന 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. എനിക്ക് വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കാതെ പോയത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോൾ സെറ്റിംഗ് തന്നെയാണ്. ജീവിതത്തിൽ നമ്മൾ എന്താണ് നേടേണ്ടത്, ആ നേടിയത് എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ ചെറുപ്പത്തിലേ കിട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ജീവിതം ചെലവഴിക്കുവാൻ കഴിയും എന്നുള്ള എൻ്റെ ഒരു കണ്ടെത്തൽ. കാരണം മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഖേദങ്ങളിലൊന്ന് എന്ന് പറയുന്നത് എൻ്റെ ജീവിതം കുറച്ചുകൂടി പല മേഖലകളിലാണെങ്കിലും കുറച്ചുകൂടി മെച്ചമായിട്ടുള്ള രീതിയിൽ ജീവിക്കാമായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനാണ് പഠിക്കുന്നത്, പഠനത്തിന്റെ ഒരു ലക്ഷ്യം, ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്താണ് ജീവിതത്തിൽ എനിക്ക് നേടാനുള്ളത്, അതിനുള്ള കഴിവുകൾ എനിക്ക് എന്തൊക്കെയുണ്ട്, ഇതെല്ലാം ഒന്ന് സ്വയം മനസ്സിലാക്കി നമുക്കൊരു ലക്ഷ്യം, ഒരു ഗോൾ പോസ്റ്റ് കണ്ടെത്തുവാനും ആ ഗോൾ പോസ്റ്റിലേക്കുള്ള ദൂരം നിർണ്ണയിക്കുവാനും ആ ദൂരം താണ്ടേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ഒരു ഏകദേശ ചിത്രമെങ്കിലും വിദ്യാലയ കാലഘട്ടത്തിൽ, വിദ്യാലയ ജീവിത കാലഘട്ടത്തിൽ ലഭിച്ചിരുന്നെങ്കിൽ അതിൻ്റെതായിട്ടുള്ള വലിയ മെച്ചങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നതാണ് സത്യം. ഇന്നും പലരും അവരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളില്ലാതെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇഷ്ടം പോലെയാണ്. അതിന്റെ ഫലമായിട്ടാണ് നമുക്കറിയാം കൃത്യമായിട്ട് ആ പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കാൻ കഴിയാത്ത എഞ്ചിനീയർ ബിരുദ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഡോക്ടർമാരും അതുപോലെ തന്നെ പലതരത്തിൽ അഡ്വക്കറ്റുമാരും ഒക്കെ ഈ സമൂഹത്തിൽ ഉണ്ടാകുന്നത്. അവർക്കെല്ലാം ബിരുദങ്ങളുണ്ട്, പക്ഷെ അവർക്ക് പ്രവർത്തനം കൊണ്ടുവരാൻ, അവരുടെ അറിവ് പ്രവൃത്തി കൊണ്ടുവരാനുള്ള കഴിവ് അവർക്കില്ലാതെ വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളോടുകൂടി ജനിച്ചവരാണ്. ആ കഴിവുകളെ സ്വയം ഒന്ന് തിരിച്ചറിയുവാൻ നമുക്ക് പലപ്പോഴും പല പരിമിതികളുമുണ്ട്. ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കഴിവുകളെ കുറച്ചുകൂടി നല്ല രീതിയിൽ തിരിച്ചറിഞ്ഞ് നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമുക്ക് അതനുസരിച്ചിട്ട് നമ്മുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കുവാനും സാധിക്കുമായിരുന്നു. നമുക്ക് പഠിക്കുകയാണെങ്കിൽ കൊള്ളാം, ജോലി ചെയ്യുകയാണെങ്കിൽ കൊള്ളാം. അത് 2 വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇഷ്ടപ്പെട്ട് നമുക്ക് പഠിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ മറ്റു നിവൃത്തിയൊന്നുമില്ല, ഇത് പഠിച്ചേ തീരൂ, അല്ലെങ്കിൽ ഈ ജോലി ചെയ്തേ തീരൂ എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് താല്പര്യമില്ലാത്ത ജോലികൾ കഷ്ടപ്പെട്ട് ചെയ്യുവാനും പറ്റും, കഷ്ടപ്പെട്ട് പഠിക്കുവാനും ജോലി ചെയ്യുവാനും സാധിക്കും. അപ്പൊ ജീവിതത്തെ മൊത്തം നമ്മൾ വിലയിരുത്തുമ്പോൾ തീർച്ചയായിട്ടും അത് കഷ്ടപ്പാടിന്റെ ഒരു ചരിത്രമാണ്. അതേസമയം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ യഥാസമയം കഴിയാതെ പോയതിന്റെ ഒരു പരിണത ഫലവും കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒരു നല്ല കാര്യം തന്നെ ചെയ്യുന്നത് ഒരു 3 ലെവലിൽ ചെയ്യാമെന്നാണെന്ന് പറയുന്നത്. ഒന്ന്, നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി ചെയ്യാം. ഇൻട്രസ്റ്റോട് കൂടി ചെയ്തു കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ്, അത് ഞാനതുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന്റെ ഒരു ഹയർ ലെവൽ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ആണ്. കമ്മിറ്റ്മെന്റോടുകൂടി നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് പറ്റുകയാണ് എങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുകയാണ് എങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അതായത് അതിന്റെ പെയിൻ എത്രയുണ്ടെങ്കിലും, അതിന്റെ അധ്വാനം എത്രയുണ്ടെങ്കിലും നമ്മൾ ആ ലക്ഷ്യം നേടാനുള്ള ഒരു
ദൃഢനിശ്ചയം നമ്മളിൽ ഉണ്ടാവുകയും നമ്മളത് ഫലവത്താക്കി എടുക്കുകയും ചെയ്യും. പക്ഷെ ഇതിന്റെ ഹയർ ലെവലാണ് പാഷൻ എന്ന് പറയുന്നത്. അതൊരു വലിയ സംഭവം തന്നെയാണ്. നമ്മുടെ കഴിവ്, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴാണ് നമ്മൾ സന്തോഷവാനായിട്ടിരിക്കുന്നത്, ഏത് കോഴ്സ് പഠിക്കുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആയിട്ട് നമുക്ക് ജിജ്ഞാസയോടുകൂടി പഠിക്കുവാൻ കഴിയുന്നത്, അതുപോലെ തന്നെ ഏത് ജോലി ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കി നമ്മൾ ആ ജോലി ചെയ്ത സമയം പോലും തിരിച്ചറിയാതെ, സമയം പോലും കഴിഞ്ഞു പോയത് മനസ്സിലാക്കാതെ ജോലി ഒരു ഹരമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇത്തരത്തിലുള്ള ജോലികളും കോഴ്സുകളും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പാഷൻ നമ്മൾ തിരിച്ചറിയണം. ഈ പാഷനോടുകൂടി നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ട്രിപ്പിൾ റിവാർഡാണ് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത്. ആദ്യത്തെ റിവാർഡ് എന്ന് പറയുന്നത് നമുക്ക് എവിടെ ഏത് മേഖലയിലാണോ നമ്മൾ പ്രവർത്തിക്കുന്നത് അവിടെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. അവിടെ നമ്മൾ വളരെ വിദഗ്ധന്മാരായിട്ട് മാറുവാനും നമ്മുടെ ആ വൈദഗ്ധ്യം കൊണ്ട് ലോകം നമ്മളെ ആദരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ മെച്ചം. രണ്ടാമത്തെ മെച്ചം എന്ന് പറയുന്നത് നമ്മൾ ആ ജോബ് ഇറ്റ് സെൽഫ് ഈസ് ദ റിവാർഡ്. ആ ജോലി തന്നെ ഒരു റിവാർഡാണ്, നമ്മൾ ചെയ്യുന്ന ആ കോഴ്സ് തന്നെ. കാരണം ജീവിതത്തിൽ നമ്മൾ ഹരം പിടിച്ചാണ് അത് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന്റെ കഷ്ടപ്പാടും വേദനകളും ബുദ്ധിമുട്ടുകളും ഒന്നും നമ്മൾ അറിയുന്നില്ല, നമ്മളതെല്ലാം ആസ്വദിക്കുകയാണ്. വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ആസ്വദിച്ച് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് രണ്ടാമത്തെ മെച്ചം. മൂന്നാമത്തെ മെച്ചം എന്ന് പറയുന്നത്, മൂന്നാമത്തെ പ്രത്യേകത നമുക്കറിയാം, നമ്മൾ ആ പറയുന്ന ജോലി ചെയ്യുന്ന ഒരു മേഖലയിൽ നമ്മൾ എക്സ്പെർട്ടൈസ് ആയി കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന മേഖലയിൽ നമ്മൾ വലിയൊരു എക്സ്പെർട്ട് ആയി കഴിഞ്ഞാൽ ധാരാളം സ്കോളർഷിപ്പിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന മേഖലയിൽ വിദഗ്ധരായി കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയാറില്ല കൈപുണ്യമുള്ള ഡോക്ടർ അല്ലെങ്കിൽ കൈപുണ്യമുള്ള എഞ്ചിനീയർ. ഈ കൈപുണ്യത്തിനാണ് വില. അപ്പൊ അത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന മോണിറ്ററി റിവാർഡും വളരെ വലുതായിരിക്കും. അപ്പോൾ ഈ പാഷനോടുകൂടി ഒരു ജോലി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ആസ്വദിക്കാൻ പറ്റും, നമുക്ക് ധാരാളം റിവാർഡ് കിട്ടും, ലോകം നമ്മളെ ബഹുമാനിക്കും. ഇത്തരത്തിലുള്ള അവസരങ്ങളാണ് നമുക്ക് നല്ലൊരു കോഴ്സ് തിരഞ്ഞെടുക്കുവാനും പാഷൻ അനുസരിച്ചിട്ടുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുവാനും കരിയർ തിരഞ്ഞെടുക്കുവാനും കഴിയാത്തതുകൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഒരു പക്ഷേ നമ്മുടെ വിദ്യാലയം നമ്മളെ സഹായിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് ഇന്നും നമ്മുടെ കരിക്കുലത്തിലും ഒക്കെ ഈ ഒരു ആശയം ഉണ്ടാകണം. കുട്ടികളെ രൂപപ്പെടുത്തിയെടുക്കണമെങ്കിൽ അവരുടെ കഴിവ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും അവരുടെ കഴിവുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി അവർക്ക് പറ്റിയ കോഴ്സുകളൊക്കെ ഒന്ന് ഗൈഡ് ചെയ്ത് കരിയർ ഒക്കെ ഒന്ന് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ തലമുറ അവരുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തോട് ഇന്ന് നന്ദിയുള്ളവരായി തീർന്നേനെ. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടം പരിശോധിച്ചാൽ പോലെ നമ്മുടെ ഇന്നത്തെ യുവതലമുറ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, പലരും കോമ്പസ് ഇല്ലാത്ത കപ്പൽ പോലെയാണ്. എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല, പക്ഷെ കപ്പൽ ഓടുന്നുണ്ട്. പക്ഷെ ഏത് ദിശയിലേക്ക് വേണം, കൃത്യമായിട്ട് ദിശ സൂചിപ്പിക്കുന്ന ദിശാമാപിനികൾ ഇല്ലാത്ത കപ്പൽ പോലെയാണ്. അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയാറുണ്ട് ലൈഫ് ഈസ് എ ഡ്രീം ബട്ട് ഇറ്റ് ഡസന്റ് കം വിത്ത് എ മാപ്പ്. ജീവിതം ഒരു യാത്രയാണ്, പക്ഷെ അതിലേക്കുള്ള മാപ്പ് പലപ്പോഴും ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പക്ഷെ ഇത്തരത്തിൽ വലിയ വൈദഗ്ധ്യം വേണ്ട ഒരു മേഖലയിൽ തീർച്ചയായിട്ടും ഒരു വിദ്യാലയം സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അതിന്റെ പ്രയോജനം വളരെ വലുതായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ബസ് യാത്ര ചെയ്യാനായിട്ട് ബസ് സ്റ്റാൻഡിൽ ചെന്ന് കഴിഞ്ഞാൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നതിനാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്? നമുക്ക് പോകേണ്ട ലക്ഷ്യസ്ഥാനം കൃത്യമായിട്ട് അറിയുമെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തിലേക്ക് പോകുന്ന ബസ്സിലല്ലേ നമ്മൾ യാത്ര ചെയ്യുകയുള്ളൂ. പക്ഷെ ഇപ്പൊ കിട്ടുന്ന ബസ്സിൽ കയറി യാത്ര ചെയ്യുക എന്നുള്ള ഒരു ആശയം കൂടെ വന്നിട്ടുണ്ട്. ഒരുപക്ഷെ അതിന്റെ എല്ലാം പരിണിത ഫലമാണ് സ്വന്തം സ്കില്ല് അറിയാത്ത കോഴ്സുകൾ പഠിക്കാനിടയാകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വിദേശ കുടിയേറ്റവും. അവിടെ നിന്ന് രക്ഷപ്പെടുന്നവരുണ്ട്, നല്ല രീതിയിൽ ആൾക്കാർ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ തിരിച്ച് പരാജയപ്പെട്ട് കോടികളുടെ കടവുമായിട്ടൊക്കെ തിരിച്ചു വരുന്നവർക്കും എല്ലാം ഇത്തരത്തിലുള്ള ഒരു ചരിത്രം, നല്ലൊരു ഗൈഡൻസ് ഇല്ലായിരുന്നു എന്നുള്ളതായിരിക്കും പറയാനുണ്ടാവുക. രണ്ടാമതായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസിനെ കുറിച്ചാണ്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട് എഴുത്തും വായനയും പഠിക്കുന്നതിനാണ് നമ്മൾ സ്കൂളിൽ പോകുന്നത് എന്നുള്ളത്. സംഗതി ശരിയാണ് കേട്ടോ. കാരണം എഴുത്തും വായനയും നമ്മൾ പഠിച്ചു. ഒരുപക്ഷെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മുടെ കയ്യെഴുത്ത് നന്നാക്കാൻ വേണ്ടി എല്ലാ ദിവസവും പകർത്തെഴുതി ക്ലാസ് ടീച്ചറുടെ മുന്നിൽ കൃത്യമായിട്ടത് ഹാജരാക്കിയില്ലെങ്കിൽ ലഭിക്കുന്ന ശിക്ഷകളെ കുറിച്ച് ഓർത്ത്. പലപ്പോഴും ഹോംവർക്ക് എന്ന് പറയുന്നത് നല്ലൊരു പങ്കും സമയം അപകരിച്ചിട്ടുള്ളത് ഈ തരത്തിലുള്ള ഒരു കോപ്പി റൈറ്റിങ്ങിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് ധാരാളം നമ്മൾ എഴുതാനും പഠിച്ചു. ഒരു പരീക്ഷ 3 മണിക്കൂർ കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ, എസ്എ ക്വസ്റ്റ്യൻ ആണെങ്കിലും കൊള്ളാം, ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണെങ്കിലും കൊള്ളാം, 1 വേർഡ് ആണെങ്കിലും ഒക്കെ അതെല്ലാം ഫലപ്രദമായിട്ട് എഴുതി A+ മേടിക്കാനും പഠിച്ചു. പക്ഷെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഈ റൈറ്റിങ്ങും അതുപോലെ തന്നെ റീഡിങ്ങും മാത്രമല്ല,
അതിലും വലുത് ജീവിതത്തിൽ നമ്മളെ വിജയിയാക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഒന്ന്, നമുക്ക് സംസാരിക്കുവാനുള്ള ഒരു കഴിവ്, പബ്ലിക് സ്പീക്കിംഗ്, മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു കഴിവ്, സ്പീക്കിംഗ്, അതുപോലെ തന്നെ ലിസണിങ്. നല്ലൊരു ലിസണർ ആയി കഴിഞ്ഞാലേ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നല്ല രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ലൈഫ് ലൈൻ ഓഫ് എനി റിലേഷൻഷിപ്പ്. നമ്മുടെ ജീവിതത്തിലെ വ്യക്തിബന്ധങ്ങളെ, ഒരുപക്ഷെ അത് കുടുംബ ബന്ധങ്ങളായാലും കൊള്ളാം, അല്ലെങ്കിൽ സമൂഹ ബന്ധങ്ങളായാലും കൊള്ളാം, നമ്മുടെ പ്രൊഫഷനിൽ നമ്മൾ ഇടപെടുമ്പോൾ നമ്മുടെ സഹജീവനക്കാരോടുള്ള ബന്ധങ്ങളായാലും കൊള്ളാം, ഇവയെല്ലാം സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതം വിജയിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിക്കും വ്യത്യാസമുണ്ട്. കുടുംബത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ആയിരിക്കുകയില്ല സമൂഹത്തിൽ പെട്ടത്. സമൂഹത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി ആയിരിക്കുകയില്ല നമ്മൾ പ്രൊഫഷണൽ രംഗത്തെ ആശയവിനിമയം എന്ന് പറയുന്നത്. ഇവയെല്ലാം വ്യത്യസ്തമായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ട് എന്നുള്ളതായിരുന്നു സത്യം. പക്ഷെ ഇവയൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ട്രെയിൻ ചെയ്ത്, പൂർണ്ണമായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കേണ്ട, ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൊടുത്താൽ മതിയായിരുന്നു. നല്ല രീതിയിൽ സഭാകമ്പം കൂടാതെ ഒരു ആൾക്കൂട്ടത്തിന്റെ മുന്നിൽ നിന്ന് കാര്യമാത്രം പ്രസക്തമായിട്ട് ക്ലാരിറ്റിയോടുകൂടി അവതരിപ്പിക്കുവാനുള്ള ഒരു പരിശീലനം വിദ്യാലയത്തിൽ നിന്ന് കിട്ടിയില്ല എന്നുള്ളത് സങ്കടകരമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. മൂന്നാമതായിട്ട് എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, വളരെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറ്, എന്തിനാണ് പഠിക്കുന്നത്? ജോലി കിട്ടാൻ. എന്തിനാണ് ജോലി കിട്ടുന്നത്? പണം സമ്പാദിക്കുവാനായിട്ട്. ഇവയൊക്കെ കുറെയൊക്കെ ശരിയാണ് താനും. നമ്മുടെ ലക്ഷ്യം പണസമ്പാദനമാണ് എന്നുള്ളതാണ്. പക്ഷെ ഈ പണം സമ്പാദിക്കേണ്ടത് എങ്ങനെയാണെന്നും സമ്പാദിച്ച പണം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്നുള്ള വ്യക്തമായിട്ടുള്ള ഒരു തിരിച്ചറിവില്ലാതെ വരുന്നത് കൊണ്ടാണ് ഇന്ന് പലപ്പോഴും വളരെയേറെ പണം സമ്പാദിച്ച ആൾക്കാർ ദാരിദ്ര്യത്തിൽ കഴിയുന്നത്. ഞാൻ അവരെ പാവപ്പെട്ട പണക്കാരെന്ന് വിളിക്കും. ധാരാളം പണം സമ്പാദിച്ചു, പക്ഷെ ആവശ്യത്തിന് എടുക്കാനായിട്ട് അവരുടെ കയ്യിൽ പണമില്ല. അല്ലെങ്കിൽ ധാരാളം പണം അവരുടെ കയ്യിൽ വന്നു പോകുന്നുണ്ട്, പക്ഷെ സ്വന്തമായിട്ടൊരു കൂര അല്ലെങ്കിൽ ഒരു ആസ്തി അവർക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ദുരന്തം പലപ്പോഴും നമ്മുടെ പ്രവാസി സമൂഹത്തിന്റെ ഇടയിൽ ഇത് വളരെ പ്രബലമാണ്. ജീവിതകാലം മുഴുവൻ അവർ അധ്വാനിച്ചു, പണം ഉണ്ടാക്കി, പക്ഷെ നിമിഷങ്ങൾക്കകമാണ്, നാട്ടിൽ വന്ന് ദിവസങ്ങൾക്കകമാണ് അവരുടെ കയ്യിലുള്ള പണം പല കാരണങ്ങളാലും പല പ്രലോഭനങ്ങളിൽപ്പെട്ടും അപ്രത്യക്ഷമാകുന്നത്. പിന്നീട് അവര് ദരിദ്രരായിട്ട് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ നല്ല രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് വളരെ ആവശ്യമാണ് ജീവിത വിജയത്തിന്. അതായത് കൃത്യമായിട്ട് നമുക്ക് എത്രമാത്രമാണ് സമ്പാദിക്കേണ്ടതെന്നുള്ള തിരിച്ചറിവുണ്ടാക്കി അവ എങ്ങനെയാണ് സമ്പാദിക്കേണ്ടതെന്ന് മനസ്സിലാക്കി അവ ആ വരവിനൊത്ത രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെലവാക്കി നമ്മൾക്ക് ഹാപ്പി ആയിരിക്കാൻ കഴിയും എന്നുള്ള ഒരു തിരിച്ചറിവ് കൊടുക്കുന്നതിൽ വിദ്യാലയങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഇന്ന് റിട്ടയർ ചെയ്ത പല ആൾക്കാരും ആദ്യത്തെ ഒരു 6 മാസം കൊണ്ട് തന്നെ അവരുടെ റിട്ടയർ ചെയ്ത ആ ബെനിഫിറ്റ് അപ്രത്യക്ഷമാകുന്നുണ്ട്. തെറ്റായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രധാനപ്പെട്ട ഒരു കാരണം. അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള പ്രലോഭനങ്ങളിൽപ്പെട്ട് അവർക്ക് ആ പണം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് പിന്നീടുള്ള അവരുടെ ജീവിതകാലം മുഴുവൻ മക്കളുടെ ദയാവായ്പിൽ കഴിയേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ട്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് അവരുടെ ഒരു പ്രാപ്തിയിൽ കൂടുതൽ, അവരുടെ കഴിയിൽ കൂടുതൽ ചെലവാക്കി വീട് വെച്ചു, വലിയ തുക മുടക്കി ലോൺ എടുത്ത് വീട് വെച്ചു. പിന്നീടാണ് അവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് അതിന്റെ മാസത്തവണ പോലും അടയ്ക്കാൻ അവർക്ക് കഴിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. അപ്പോൾ ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഉടൻ തന്നെ വിൽക്കേണ്ടി വരുന്ന എത്രയോ പേരുണ്ട്. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, 3 ചേർത്തിട്ടുള്ള 3 കാര്യങ്ങളാണ് പലപ്പോഴും നഷ്ടം വരുത്തുന്നത്. ഒന്ന് വിവാഹം, ഒന്ന് വാഹനം, ഒന്ന് വീട്. ഈ 3 കാര്യങ്ങളിലും ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഇവയിലൊക്കെ നമുക്ക് പണം ചെലവഴിക്കുന്നതിന് അതിർവരമ്പുകൾ ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കുന്നതിനും സന്തോഷകരമാക്കുന്നതിനും വേണ്ടിയാണ് ഇവയൊക്കെ നമ്മൾ സമ്പാദിക്കുന്നത്. പക്ഷെ നേടിയത് നമ്മളെ ദുഃഖിപ്പിക്കുന്നതാണെങ്കിലോ? സോ അതുകൊണ്ട് ഗെറ്റിംഗ് റിച്ച് ആൻഡ് സ്റ്റേയിങ് റിച്ച്, ഇവ രണ്ടാണ്, രണ്ടും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്തരത്തിൽ നമ്മളെ ഒരു ജീവിത വിജയത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഉള്ള ഒരു തിരിച്ചറിവ് നൽകുന്നതിൽ വിദ്യാലയങ്ങൾക്ക് വലിയ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞത്. ഈ 3 കാര്യങ്ങളും ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നു. അതാ വിദ്യാലയ ജീവിതകാലത്ത് തന്നെ ഒരു വ്യക്തിക്ക് കിട്ടിയിരുന്നെങ്കിൽ അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങൾ അവന്റെ ജീവിതകാലത്ത് ഉണ്ടാകുവാനും ജീവിതത്തെ വിജയകരമാക്കുവാനും ജീവിതത്തെ സമ്പന്നമാക്കുവാനും കഴിയുമായിരുന്നു എന്നുള്ളത്. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം. ടിൽ ദെൻ, ടേക്ക് കെയർ, ബൈ.